ഒരു പശുവിന്റെ കട ഉണ്ടെന്ന് രാവിലെ ഗോപാലേഷൻ വിളിച്ച് പറയുന്നുണ്ട്. ആ പശൂട്ടി അവിടെ നിന്നൊക്കെ അറിയാൻ ഞാൻ പഞ്ചായത്ത് ഇലക്ഷൻ ജയിച്ചു വഴിക്കുക പശൂട്ടിയായിട്ട് റൗണ്ടിലേക്ക് വന്നതാ. ഗോപാലേഷൻ പശൂട്ടിനെ പഠിക്കില്ല, കൺഗ്രാജുലേഷൻ മാത്രമേ പറയുള്ളൂ. ഗോപാലേഷൻ ഇത് കണ്ടോണ്ടിരിപ്പോൾ അല്പസമയത്തുള്ള ഗോപാലേഷൻ നമുക്കൊപ്പം ചേരും. ഗോപാലേഷ ആ പശുവിനൊന്നും വാങ്ങിച്ചില്ലെങ്കിലേ പാവം മനുഷ്യരൊന്ന് സ്വതന്ത്രമാക്കാ കയറുമായിട്ട് ഇങ്ങനെ നടക്കുക. അല്ല, ഞാനും പറഞ്ഞ വാക്കാണ്. ഞാൻ അന്ന് തന്നെ ഗോപാലേഷൻ വിളിച്ചു. ജനുവരി 1 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗോപാലേഷൻ കൺഗ്രാജുലേഷൻ പറയും. ന്യൂ ഇയറിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവണേ കൺഗ്രാജുലേഷൻ പറയാം. ഗോപാലേഷന്റെ പാർട്ടി തോറ്റന്റെ കൺഗ്രാജുലേഷൻ ഗോപാലേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓപ്പോസിറ്റ് വലിയൊരു ഹോൾഡിംഗ് വെച്ചിട്ടുണ്ട്. നടപ്പാക്കിയത് ചരിത്രം എന്നാണ്. രാജൻ ജെ പല്ലൻ ഈ തൃശ്ശൂരിൽ ജനവിധി തേടാൻ വരുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് ഇക്കുറി ഇറങ്ങുന്നത്. കഴിഞ്ഞ തവണ 12-1 ഇത്തവണ നേരെ തിരിഞ്ഞു ഒരു. തീർച്ചയായിട്ടും തൃശ്ശൂർ കൂടുതൽ സീറ്റുകൾ UDF അധികാരത്തിൽ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു എത്ര സീറ്റ് എന്ന ആത്മവിശ്വാസമാണ്? പ്രതിപക്ഷ നേതാവ് 100 എന്ന് പറയുന്നു. ഞാൻ ഇന്നലെ പാണക്കാട് പോയപ്പോൾ പാണക്കാട് ജയിക്കും, അത് ആത്മവിശ്വാസം ഉണ്ട് എന്നാണ്. 100 സീറ്റോളം കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിലൊരു സീറ്റ് തൃശ്ശൂരായിരിക്കും. ഈ അവസാന ലാപ്പിലേക്ക് വരുന്ന സമയത്ത് ആദ്യം ഉണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് ഒരു അല്പം ഇടിഞ്ഞോ? അതായത് 100 എന്നുള്ളതൊക്കെ മാറ്റി ഒരു 80-85 എന്ന ലെവലിലേക്ക് എത്തിയോ? ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ശബരിമല കൊള്ളയടക്കമുള്ള വിഷയങ്ങൾ ഗൗരവമായി നിലനിൽക്കുന്നതുകൊണ്ട് 100 സീറ്റിനോടടുത്ത് UDF അധികാരത്തിൽ വരും. രാജൻ ജെ പല്ലന്റെ ഒരു പ്രത്യേകത ഞാൻ വായിച്ചത് ശരിയാണെങ്കിൽ, കണക്ക് തെറ്റാണെങ്കിൽ പറയണം, 1/4 നൂറ്റാണ്ട് കാലം കോർപ്പറേഷനിലെ കൗൺസിലർ ആയിരുന്നത് അങ്ങാണ്. ശരിയല്ലേ? എനിക്ക് ഇത്രയും വലിയ ചരിത്രം എവിടെയെങ്കിലും ഉണ്ടോ? കോർപ്പറേഷൻ രൂപീകരിച്ച അന്ന് മുതൽ 25 വർഷക്കാലം കൗൺസിലറായിട്ട് സേവനം ചെയ്യാൻ എനിക്ക് പാർട്ടി. കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലം കോർപ്പറേഷൻ കൗൺസിൽ അല്ലാതെ ജീവിച്ചിട്ടില്ല. ഇല്ല. അങ്ങനെയുണ്ട് അല്ലേ? കോർപ്പറേഷൻ കൗൺസിലർ രാജൻ ജനഹൃദയങ്ങളിലാണ്. ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ അടാട്ട് മണ്ഡലം പ്രസിഡന്റായ സമയത്ത് രാജൻ യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റാണ്, തൃശ്ശൂർ നിയോജകമണ്ഡലം പ്രസിഡന്റാണ്. പിന്നെ നമ്മൾ 95-ലാണല്ലോ ഈ സിസ്റ്റം വരുന്നത് പഞ്ചായത്ത്. അന്ന് മുതൽ രാജൻ ഉണ്ട്. രാജൻ എന്ന് പറഞ്ഞാൽ രാജൻ ഈ തെച്ചുകോട്ടുകാവ് രാമേന്ദ്രൻ പറഞ്ഞ പോലെ തൃശ്ശൂർ കോർപ്പറേഷന്റെ ഒരു രാമേന്ദ്രനാണ്. തലയെടുപ്പോടുകൂടി ഈ വലിപ്പത്തിലും ഈ സെറ്റപ്പിലും ഇങ്ങനെ ജനകീയനെ വേറെ ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്.